Hello dear students. ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിലെ ഇൻ്റർനെറ്റ് കൺസെപ്റ്റ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് WWW എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് വെബ് ആണ്. ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ് ഡാഷ്. ഹോട്ട്മെയിൽ എന്താണ്? വെബ് ബേസ്ഡ് ഇമെയിൽ പ്രൊവൈഡർ ആണ് ഹോട്ട്മെയിൽ. വിച്ച് വൺ ഈസ് എ ഇമെയിൽ പ്രൊവൈഡർ? ഹോട്ട്മെയിൽ ആണ്, ഇപ്പോൾ തന്നെ പറഞ്ഞതാണ് അല്ലേ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇമെയിൽ? ഇമെയിൽ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മെയിലാണ്. What is meant by ISP? Internal Service Provider ആണ്. എന്ത് ISP? Internet Service Provider ആണ്. Internet ആണ് കേട്ടോ. Internet Service Provider ആണ് ISP. Next, what is the expansion of LDAP? LDAP എന്താണ്? Lightweight Directory Access Protocol ആണ് LDAP. What is the expansion of RTF? Rich Text Format ആണ് RTF. SSL എന്നാൽ എന്താണ്? Secure Socket Layer ആണ് SSL. Which ensures the only intended recipients can read a message. ഒരു മെസ്സേജ് നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ എത്താൻ പറ്റുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നത് ഏതാണ്? എൻക്രിപ്ഷൻ ആണ്. ഓക്കെ, എൻക്രിപ്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് സിസ്റ്റം എനേബിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം വിത്ത് ഈസിലി ആക്സസിബിൾ വെബ് ഇൻ്റർഫേസസ്? നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാവുന്ന വെബ് ഇൻ്റർഫേസസ് വെച്ചിട്ട് നമുക്ക് റിയൽ ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏത് സിസ്റ്റമാണ് സഹായിക്കുന്നത്? വെബ് ചാറ്റ് ആണ്. ഓക്കെ, by using which both caller and receiver can be seen on screen of both user along with audio in. audio in ആയിട്ട് നമുക്ക് ഏതിലാണ്? കോളറിനും റിസീവറിനും പരസ്പരം കാണാനും സംസാരിക്കാനും പറ്റുന്നത് വീഡിയോ ചാറ്റ് ആണ് അല്ലേ. ഫേസ്ബുക്ക് ഈസ് എ നെറ്റ്വർക്കിംഗ് സർവീസ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി ഡാഷ്. ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിംഗ് സർവീസ് ആണ്. അതിലൊരുപാട് സോഷ്യൽ ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്രൈം ചെയ്യാനായിട്ട് ഏത് ത്രെറ്റാണ് WWW യൂസ് ചെയ്യുന്നത്? എന്താണ്? വെബ് ത്രെറ്റ് അല്ലേ. അടുത്തത്, നെയിം ദ ടൈപ്പ് ഓഫ് ത്രെറ്റ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ത്രെറ്റാണ് വെബ് ത്രെറ്റ്. വിച്ച് ഡാമേജസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻ ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ്. ഓൺലൈൻ ബാങ്കിങ്ങിലും ഇ കൊമേഴ്സിലും കൺസ്യൂമേഴ്സിന്റെ കോൺഫിഡൻസിനെ ഡാമേജ് ചെയ്യുന്നത് എന്താണ്? വെബ് ത്രെറ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് വെബ് ത്രെറ്റ്സ് ആർ റെഫർഡ് ടു ആസ് ഡ്രൈവ് ബൈ ത്രെറ്റ്സ്? ഡ്രൈവ് ബൈ ത്രെറ്റ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? പുൾ ബേസ്ഡ്. അതായത് രണ്ട് തരം ഡ്രൈവ് ബൈ ത്രെറ്റ് ഉണ്ട്. പുൾ ബേസ്ഡും ഉണ്ട്, പുഷ് ബേസ്ഡും ഉണ്ട്. വൺ ഈസ് പുൾ ബേസ്ഡ്, അനദർ വൺ ഈസ് പുഷ് ബേസ്ഡ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെബ് ത്രെറ്റ്സ് ഹാവ് ടു കാറ്റഗറീസ്. ഏതാണ്? വൺ ഈസ് പുൾ ബേസ്ഡ്, അനദർ വൺ ഈസ് പുഷ് ബേസ്ഡ്. വെബ് ത്രെറ്റ് ഹാസ് ടു അത് സെയിം ക്വസ്റ്റ്യൻ. ഒരെണ്ണം പുഷും ഒരെണ്ണം പുള്ളും. അടുത്തത്, ഇൻ ഇമെയിൽ സെക്യൂരിറ്റി സിസ്റ്റം PGP മീൻസ് പ്രെറ്റി ഗുഡ് പ്രൈവസി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈവസിനെയാണ് PGP, അതായത് പ്രെറ്റി ഗുഡ് പ്രൈവസി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് VPN റെഫേഴ്സ് ടു. VPN എന്താണ്? വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് VPN. നെക്സ്റ്റ്, എ ക്രിപ്റ്റോഗ്രഫി മെത്തേഡ് ദാറ്റ് യൂസസ് എ സീക്രട്ട് കീ ടു എൻക്രിപ്റ്റ് എ മെസ്സേജ്. ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി മെത്തേഡ് ഉണ്ട്. അതെന്താണ്? സീക്രട്ട് കീ യൂസ് ചെയ്തിട്ട് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് മെസ്സേജ് ഓതന്റിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫേഴ്സ് നോൺ ASCII ഡാറ്റ? ഏതാണ്? MIME ആണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ ഈ MIME എന്താണ് പറയുന്നത്? മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ് MIME. മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. വിച്ച് ആക്ട് ആസ് ഇന്റർമീഡിയറ്റ് സെർവർ ബിറ്റ്വീൻ SMTP ആൻഡ് HTTP. SMTPയും HTTPയും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സെർവർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഫയർവാൾ ആണ്. Which provides restrictions on incoming and outgoing network packets to and from SMTPക്കും HTTPക്കും ഇന്റർമീഡിയറ്റ് സെർവർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫയർവാൾ ആണെന്ന് പറഞ്ഞു. ഇൻകമിങ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് പാക്കേജസിനെ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ അതിലുള്ള റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഫയർവാൾ ആണ്. ഫയർവാൾ കൺട്രോൾസ് ആക്സസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്കുകൾ തമ്മിലുള്ള ആക്സസിൽ കൺട്രോൾ ഫിക്സ് ചെയ്യുന്നത് ഫയർവാൾ ആണെന്ന് പറഞ്ഞു. NVT എന്താണ്? നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ ആണ് NVT, നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ. Which creates checkpoints between an internal PN.VALE network and public network. അത് പ്രൈവറ്റ് നെറ്റ്വർക്കും പബ്ലിക് നെറ്റ്വർക്കാണ് കേട്ടോ. അതായത് എന്താണ്? വിച്ച് ക്രിയേറ്റ്സ് ചെക്ക് പോയിന്റ്സ്. ചെക്ക് പോയിന്റ് ആണ്, അതായത് ഡാറ്റാസ് വരുന്നത് ചെക്ക് ചെയ്യും. എവിടെ? ഇന്റർണൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലും പബ്ലിക് നെറ്റ്വർക്കിലും തമ്മിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഫയർവാൾ ആണ്. The checkpoints between an internal private network and the public network is known as dash. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെക്ക് പോയിന്റിനെ പറയുന്ന പേരാണ് ചോക്ക് പോയിന്റ് എന്ന്. Firewall choke points are based on IP source and dash.
TCP പോർട്ട് നമ്പറും IP സോഴ്സും അതിനെയും ബേസ് ചെയ്തിട്ടാണ് ഫയർവാൾ ചോക്ക് പോയിന്റ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് എ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഫയർവാൾ? ഫയർവാളിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് സി പാക്കറ്റ് ഫിൽട്ടർ. എക്സ്പാൻഷൻ ഫോർ NAT എന്താണ്? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ് NAT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ തേർഡ് ജനറേഷൻ ഫയർവാൾ? തേർഡ് ജനറേഷൻ ഫയർവാൾ ആണ് ആപ്ലിക്കേഷൻ ഫിൽട്ടർ. What is the name of the program that can replicate their structures? സ്ട്രക്ചേഴ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക, അതുപോലത്തെ കോപ്പി ഇതാക്കാനുള്ള പ്രോഗ്രാമിൻ്റെ നെയിം എന്താണ്? വൈറസ് ആണ് അല്ലേ? നെയിം ദ പ്രോഗ്രാം ദാറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ദംസെൽസ് ത്രൂ ഔട്ട് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മൊത്തം അതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിനാണ് WORMS എന്ന് പറയുന്നത്. What is the name of the network of Zombie computers that have been taken over by a robot? റോബോട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് സോംബെ കമ്പ്യൂട്ടേഴ്സ് ഏതാണ്? ബോട്ട്നെറ്റ് ആണ്. Name the program that superstitiously monitor activity on a computer system without the user's consent. അതായത് യൂസറിൻ്റെ അനുവാദമില്ലാതെ തന്നെ ഏത് പ്രോഗ്രാമാണ് ഈ ആക്ടിവിറ്റി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ആക്ടിവിറ്റീസിനൊക്കെ മോണിറ്റർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബോട്ട്നെറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോഗ്രാം ക്യാൻ പ്രൊട്ടക്ട് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ഫ്രം മാൽവെയർ ബൈ ഡിറ്റക്ടിങ് ആൻഡ് എലിമിനേറ്റിംഗ് വൈറസസ്? ഏത് പ്രോഗ്രാമാണ് ഒരു പ്രോഗ്രാമബിൾ ഡിവൈസിനെ മാൽവെയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? അതിൽ വൈറസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യും, വൈറസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ആൻറ്റി വൈറസ്. ഓക്കെ, വൈറസിന് എതിരായിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്യൂരിറ്റി സ്യൂട്ട്? സെക്യൂരിറ്റി സ്യൂട്ടാണ് MFA. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു മാനേജ് ഇമെയിൽ? ഇമെയിൽ മാനേജ് ചെയ്യാനാണ് ഔട്ട്ലുക്ക് യൂസ് ചെയ്യുന്നത്. Which one of the following is a social network service? Social network service ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗൂഗിൾ ആണ് അല്ലേ? സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് ആണ് ഗൂഗിൾ. Next one, to join the internet, the computer has to be connected to dash. ഒരു ഇൻ്റർനെറ്റിൽ ജോയിൻ ചെയ്യാൻ കമ്പ്യൂട്ടർ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായിട്ട് കണക്ട് ചെയ്യണം. ഇൻ്റർനെറ്റ് ആക്സസ് ബൈ ട്രാൻസ്മിറ്റിംഗ് ഡിജിറ്റൽ ഡാറ്റ ഓവർ ദ വയേഴ്സ് ഓഫ് എ ലോക്കൽ ഫോൺ നെറ്റ്വർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ ഡാഷ്. ഇൻ്റർനെറ്റ് ആക്സസ് അതായത് നമ്മൾ ഡിജിറ്റൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് വയേഴ്സിലൂടെ. ഒരു ലോക്കൽ ടെലിഫോൺ നെറ്റ്വർക്കിൻ്റെ വയേഴ്സിലൂടെ ഡിജിറ്റൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ഏത് പ്രോട്ടോക്കോളാണ്? IP അഡ്രസ്സ് ക്ലയൻറ്റിന് ഒരു ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിനൊക്കെ IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത് DHCP ആണ്. ഓക്കെ, വിച്ച് വെബ്സൈറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ഇമെയിൽ പ്രൊവൈഡർ? വെബ് ബേസ് ആയിട്ടുള്ള ഇമെയിൽ പ്രൊവൈഡറാണ് സിഫി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഫോർമാറ്റ് ഓഫ് ഇമെയിൽ അഡ്രസ്? ഇമെയിൽ അഡ്രസ് നെയിം ഉണ്ടാവും @ വെബ്സൈറ്റ്. ഇവിടെ @info അങ്ങനെയല്ല വരിക, .info അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ @ ഇപ്പോൾ എന്താണ് path to success @gmail.com എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. വിച്ച് ഈസ് നോട്ട് ദ വെബ് ബ്രൗസർ? ഒരു ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഗൂഗിളാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും മോസില്ലയും ഓപ്പറയും ഒക്കെ എന്താണ്? ബ്രൗസേഴ്സാണ്. ബ്രൗസർ അല്ലാത്തതാണ് ഗൂഗിൾ. വിച്ച് ഈസ് നോട്ട് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ അല്ലാത്തത് google.com, yahoo.com, bing.com അതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. പക്ഷേ facebook.com എന്താണ്? സെർച്ച് എഞ്ചിൻ അല്ല. വിച്ച് ഈസ് നോട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൻ്റെ റിക്വയർമെൻറ്റ് അല്ലാത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബ്രൗസറും മോഡൊക്കെ ഇൻ്റർനെറ്റിന് ആവശ്യമാണ്. ഡോസ് ഇൻ്റർനെറ്റിന് ആവശ്യമില്ല. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം കമ്പ്യൂട്ടർ ഓൺ ദ ഇൻ്റർനെറ്റ് ടു യുവർ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഫയൽസിനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും, അതായത് ഇൻ്റർനെറ്റിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഫയൽസിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡൗൺലോഡിംഗ് എന്ന് പറയുന്നത്. എ വെബ്സൈറ്റ് ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ മെയിൻ പേജിനെയാണ് ഹോം പേജ് എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ മെയിൻ പേജിനെ. വെരിഫിക്കേഷൻ എ കമ്പ്യൂട്ടർ ഓൺ ഇൻ്റർനെറ്റ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ഡാഷ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലുള്ള സോ കോൾഡ് എ ഡാഷ്. ഒരു വെബ് അഡ്രസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് URL. Which of the following refers to dangerous programs that can be caught by opening email attachment and downloading software from the internet? എന്താണ്? വൈറസ് ആണ് അല്ലേ? ഡേഞ്ചറസ് പ്രോഗ്രാംസ് ആണ് വൈറസസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ മൊത്തം അവർ അത് ചിലപ്പോൾ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസൊക്കെ എടുക്കും. തുണി വീണു അല്ലേ? ടുപ്പു. നെക്സ്റ്റ്, ജങ്ക് ഇമെയിൽ ഈസ് ഓൾസോ കോൾഡ്. ജങ്ക് ഇമെയിലിനാണ് സ്പാം എന്ന് പറയുന്നത്. ഇൻ www.jkindiaonline.com ഫുൾ ഫോം ഓഫ് .com എന്താണ്? .commercial. അത് കൊമേഴ്ഷ്യലാണ്. എക്സ്റ്റൻഷൻ മാറുന്നതിനനുസരിച്ചിട്ട് മീനിങ് മാറുന്നുണ്ട് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ? ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ അല്ലാത്തത്
ഡി എസ് എല്ലും ഡയലപ്പും സാറ്റലൈറ്റും ഒക്കെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനാണ്. അപ്പോൾ അതിൽ പെടാത്തതാണ് കേബിൾ മോഡം. ഇന്റർനെറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഡാഷ്. ഇന്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ആണ്. ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വുഡ് ജനറലി ഹാവ് ദ ഫോളോയിങ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ നെയിം. ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് അതിന്റെ ഡൊമൈൻ നെയിം .edu, അതായത് .education. ഇവിടെ .com എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ എന്നാണ് അർത്ഥം. ഇനി .org ആണെങ്കിൽ ഓർഗനൈസേഷൻ. എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാഷ്. ഒരു വെബ്സൈറ്റിൽ എന്തുണ്ടാവും എന്നറിയാം, വെബ് പേജസ് ഉണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. ജിമെയിൽ ബിലോങ്സ് ടു ഗൂഗിൾ മെയിൽ. ഗൂഗിൾ മെയിലിന്റെ ഭാഗമാണ് ഇത് ജിമെയിൽ. The last 3 letters of the mail ID describes the type of dash. അതായത് ഒരു ഇമെയിൽ ഐ ഡിയുടെ ലാസ്റ്റ് ഇപ്പോൾ path2success@gmail.com അതിൽ ലാസ്റ്റ് 3 ലെറ്റേഴ്സ് എന്തിനാണ് കാണിക്കുന്നത്? ഡൊമൈൻ നെയിമിനെയാണ് കാണിക്കുന്നത്. എന്താണ് URL? വാട്ട് ഇസ് URL? അഡ്രസ് ഓഫ് എ ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പേജിന്റെ അഡ്രസ്സ്. വേൾഡ് വൈഡ് വെബിൽ ഒരു ഡോക്യുമെന്റിന്റെയോ ഒരു പേജിന്റെയോ അഡ്രസ്സിനാണ് URL എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അടുത്തത് ദ കോമൺ നെയിം ഫോർ എ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ ഈസ് ഡാഷ്. കോമൺ നെയിം, ഒരു മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്ന് പറയുന്ന കോമൺ നെയിം എന്താണെന്ന്. മോഡം എന്നാണ് അതിന്റെ പേര്. നെക്സ്റ്റ് സ്റ്റോറേജ് ഏരിയ ഫോർ ഇമെയിൽ മെസ്സേജസ് കോൾ ഡാഷ്. ഒരു ഇമെയിൽ മെസ്സേജിന്റെ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നതാണ് മെയിൽ ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇന്റർനെറ്റിന്റെ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി വെബ് ബ്രൗസറിന്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. നോട്ട്, അപ്പോൾ പിന്നെയും പറയുന്നു നോട്ട് കാണുമ്പോൾ അതിൻ്റെ അടിയിലൊന്നും വരച്ചേക്കാല്ല, നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരമെടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഓക്കെ, അപ്പോൾ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കണേ? ഓപ്പറയാണ് അല്ലാത്തത്. ബിങ്ങും ഗൂഗിളും യാഹൂ ഒക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? വേൾഡ് വൈഡ് വെബ് ആണ്. www ആണ് ആദ്യത്തെ വെബ് ബ്രൗസർ. വിച്ച് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ അല്ലാത്തത് നോട്ടിൻ്റെ അടിയിൽ വരയ്ക്കുക. അപ്പോൾ എന്താണ്? ക്രോമും ഓപ്പറയും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ എന്താണ്? വെബ് ബ്രൗസർ ആണ്, പക്ഷേ ഗൂഗിള് അല്ല. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ യൂസ് ടു ഇൻവോക്ക് ദ ഫയൽ മെനു ഇൻ ദ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 11. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ലെവലിൽ ഏത് ഷോർട്ട് കട്ട് കീ ആണ് നമ്മൾ ഫയൽ മെനു ഇൻവോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വാസ് ലോഞ്ച്ഡ് ഇൻ ഡാഷ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ലോഞ്ച് ചെയ്ത വർഷം 1995 ആണ്. വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നിന്നും ഇൻഫർമേഷൻ എടുക്കുന്നതിനാണ് പറയുന്നതാണ്. അതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണിത്. അതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്റർനെറ്റിൽ നിന്നും ഇൻഫർമേഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രൗസർ. ബ്രൗസറിൽ പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ലിനക്സ്, ഗൂഗിൾ, സഫാരി, നൺ ഓഫ് ദ അബവ്. അതിൽ ലിനക്സും ഗൂഗിളും എന്താണ്? ബ്രൗസറാണ്. അപ്പോൾ അതിൽ സഫാരിയാണ് കൂട്ടത്തിൽ പെടാത്തത്. ടു വ്യൂ ഇൻഫർമേഷൻ ഓൺ വെബ്സൈറ്റ് ത്രൂ വിച്ച് ഡാഷ്. ഇൻഫർമേഷൻ നമുക്ക് വെബ്സൈറ്റിലൂടെ കാണാനായിട്ട് എന്താണ്? വെബ് ബ്രൗസറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. വിച്ച് ഈസ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ഡെവലപ്ഡ് ബൈ ആപ്പിൾ. ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ആണ് സഫാരി. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ഫോളോയിങ് വെബ് ബ്രൗസർ ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസർ ഏതാണ്? എഡ്ജ് ആണ്. ഓക്കെ, അതായത് ആപ്പിൾ ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസറാണ് സഫാരി, മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസറാണ് എഡ്ജ്. നെക്സ്റ്റ് വൺ, വിച്ച് ഷോർട്ട് കട്ട് കീ യൂസ് ടു ഫുൾ സ്ക്രീൻ ഇൻ ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോമിൽ സ്ക്രീൻ ഫുൾ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് F11. ഓക്കെ, ഏതാണ്? F11. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സീ എനി വെബ്സൈറ്റ് ആഫ്റ്റർ ഓപ്പണിംഗ് ദ ബ്രൗസർ. അതായത് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വെബ്സൈറ്റ് കാണാൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ടൈപ്പ് വെബ്സൈറ്റ് അഡ്രസ് ഇൻ ബ്രൗസർ അഡ്രസ് ബാർ. അതിന് തന്നെ എന്താണ്? വെബ്സൈറ്റിന്റെ അഡ്രസ് ബാറിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ത്? അതിന്റെ അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ് ബ്രൗസർ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ബുക്ക് മാർക്ക് ദ കറന്റ് പേജ് ഇൻ ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോമിൽ നമ്മുടെ കറന്റ് പേജിനെ ബുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+D. ഫയർഫോക്സ് വെബ് ബ്രൗസർ ആയിരുന്നു നമ്മുടെ മൊസില്ല കോർപ്പറേഷന്റെ അതാണ് ഫയർഫോക്സ്. നെക്സ്റ്റ്, ദ ഫീച്ചർ ദാറ്റ് ഫിൽസ് അപ്പ് ഫോംസ് ഓട്ടോമാറ്റിക്കലി വിത്ത് പ്രീ സെറ്റ് വാല്യൂ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഓട്ടോമാറ്റിക്കലി ഫോമുകളൊക്കെ ഫില്ലാവുന്ന അതിനെ പ്രീ സെറ്റ് വാല്യൂവിനെ പറയുന്ന പേരാണ് ഓട്ടോ ഫിൽ. നമുക്കറിയാം ഫോണിലായാലും ഇതിലൊക്കെ കാണാമല്ലേ, ഓട്ടോ ഫിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇതൊക്കെ കൊടുത്തത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരുന്നതാണ് നമ്മുടെ ഡാറ്റാസ്.
ബ്ലോഗ് ഈസ് ഡെവലപ്ഡ് വിച്ച് വേർഡ്? ബ്ലോഗ് എന്നുള്ളത് ഏതാണ്? വെബ് ലോഗിൽ നിന്നാണ്. ഈസ് ഡെവലപ്ഡ് ഫ്രം ഏതാണ്? വെബ് ലോഗ്. വാട്ട് ഈസ് ആപ്ലെറ്റ്? ആപ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. ദാറ്റ് ക്യാൻ ബി എംബഡഡ് ഇൻ അനദർ ആപ്ലിക്കേഷൻ. മറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് എംബഡ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമിന് ആണ് എന്ത്? ആപ്ലെറ്റ്. Client side scripting refers to the class of computer program on the web that are executed client side by dash. ഒരു client side scripting എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓൺ ദ വെബിലുള്ള ഒരു കൂട്ടം കമ്പ്യൂട്ടർ പ്രോഗ്രാം അത് ക്ലയൻറ്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? വെബ് ബ്രൗസർ വഴിയാണ് ക്ലയൻറ്റ് സൈഡിൽ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങിയെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയർ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് നോക്കുക. ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അത്. അപ്പോൾ നാളെ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് പരീക്ഷയിൽ വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.